പ്രിയപ്പെട്ടവരെ, എൻ്റെ വേറെവർ ഐ ഗോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം, സുസ്വാഗതം. എൻ്റെ പുറകിൽ കാണുന്ന ചിത്രത്തെ ആസ്പദമാക്കിയാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡ് 1 നമ്മൾ ഇത്രയും വലിയ ജീവിതഭാരങ്ങൾ ഒരാളുടെ തലയിൽ വന്നു ചേരുമ്പോൾ ആ വ്യക്തിക്കുണ്ടാവുന്ന ദോഷങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. രണ്ടാമത്തെ എപ്പിസോഡിൽ ആ വ്യക്തിക്ക് ജോലി കിട്ടുന്നതും വിവാഹം കഴിയുന്നതും മക്കളുണ്ടാവുന്നതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തു. ഇനി അവർക്ക് മക്കളൊക്കെ ഉണ്ടായി അതുമുതലുള്ള കാര്യങ്ങൾ, അയാളുടെ തലയിലേക്ക് വന്നു ചേരുന്ന ചെറിയ ചെറിയ ജീവിതഭാരങ്ങളെക്കുറിച്ചാണ് ഇന്നിവിടെ വിശകലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ചെറിയ മഴത്തുള്ളികൾ അരുവികളായി മാറും, അരുവികൾ നദികളായി മാറുന്നു, നദികൾ സമുദ്രത്തിൽ പോയി ചേർന്നു മഹാസമുദ്രമായി മാറുന്നു. അതേപോലെ നമ്മളുടെ ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ, ചെറിയ ചെറിയ ബാധ്യതകൾ മഴത്തുള്ളികൾ പോലെ അരുവികളായും, അരുവികൾ നദികളായും, നദികൾ മഹാസമുദ്രങ്ങളുമായി കൂടിച്ചേരുന്ന പോലെ വലിയ വലിയ ബാധ്യതകളായി മാറുന്നു. അതിനെക്കുറിച്ചെല്ലാം നമ്മൾ ചർച്ച ചെയ്തു. ഇതുമൂലം ആ വ്യക്തി അകാല മരണത്തിന് ഇരയാവുന്നു, പല രോഗങ്ങൾക്കും അടിമയാവുന്നു. അതൊക്കെ ചർച്ച ചെയ്തതാണ്. സ്ട്രോക്ക് പോലുള്ള, ഹാർട്ട് അറ്റാക്ക് പോലുള്ള അസുഖങ്ങൾക്ക് വിധേയനാവുന്നു. പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളുമായി അയാൾ ഇഹലോകവാസം വെടിഞ്ഞു പോകും. ഇതിനൊക്കെ നമുക്ക് തീർച്ചയായും പരിഹാരമുണ്ട്. ആ പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി ഓരോ പ്രശ്നങ്ങളിലെയും ഇനം തിരിച്ച് വിശകലനം ചെയ്യേണ്ടതുണ്ട്. എന്ന ശേഷം നമുക്കതെല്ലാം, ആ ഭാരങ്ങളെല്ലാം ഇറക്കി വയ്ക്കുന്നതിനും പരിഹരിക്കുന്നതിനുമുള്ള മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കും. വിവാഹം കഴിഞ്ഞ് 2 കുട്ടികളായി, വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, അമ്മായി അമ്മയുണ്ട്, അമ്മായി അച്ഛനുണ്ട്, കുറെ സഹോദരന്മാരൊക്കെ ഉണ്ടാവും, സഹോദരിമാരുണ്ടാവും. കുട്ടി ചെറുതാണ്, കുഞ്ഞു വാവകളാണ്. ഈ സമയത്ത് ഈ വ്യക്തിക്ക് ജോലി ഒരു ഭാരമായിട്ട് അനുഭവപ്പെടാൻ തുടങ്ങും. നമ്മൾ പല ഓഫീസുകളിലൊക്കെ മുന്നിൽ പോയി നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. 11 മണിക്കും 11:30ക്കും 12:30ക്കും 1 മണിക്കും ഒക്കെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. വീട്ടിലെ ഉത്തരവാദിത്തങ്ങളെല്ലാം കഴിഞ്ഞ് അവർ വരികയാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട, മക്കളുടെ കാര്യം നോക്കണം, ഭർത്താവിൻ്റെ കാര്യം നോക്കണം, അച്ഛനമ്മമാരുടെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും, ഡ്യൂട്ടിക്ക് വരുമ്പോഴേക്കും സമയം പോയി. ജോലി ഒരു ഭാരമായിട്ട് അനുഭവപ്പെടാൻ തുടങ്ങും. നമ്മൾ സർക്കാർ ജോലിയെക്കുറിച്ച് പറയാറുണ്ട്, കിട്ടുവാൻ പരിശ്രമം, കിട്ടിക്കഴിഞ്ഞാൽ വിശ്രമം എന്നുള്ളത്. പല ഓഫീസുകളിലും പോയി കഴിഞ്ഞാൽ കാണാൻ നമുക്ക് നോ അഡ്മിഷൻ വിത്തൗട്ട് പെർമിഷൻ, സൈലൻസ് പ്ലീസ്, ഞങ്ങളെ ഉപദ്രവിക്കരുതെന്ന് എഴുതി വെച്ചിരിക്കുന്നു. നമ്മൾ വല്ല കാര്യത്തിൽ അവിടെ പോയി കഴിഞ്ഞാൽ അവർ നമ്മളടുത്ത് ചൂടാവും. ഞങ്ങൾക്ക് 10-30 കൊല്ലം കഴിഞ്ഞ് റിട്ടയർ ചെയ്യാനുള്ളതാണ്, AG ഓഡിറ്റ് വരും, ഹയർ ഓഫീസിൻ്റെ ഓഡിറ്റ് വരും, ഞങ്ങളെ ഉപദ്രവിക്കരുത്, നിങ്ങളെ നടത്തിച്ചു തരാൻ പറയും. കിട്ടുവാൻ പരിശ്രമം, കിട്ടിക്കഴിഞ്ഞാൽ വിശ്രമം. പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും സ്ഥിതി ഇത് തന്നെയാണ്. നോക്കാൻ ആളുണ്ടെങ്കിൽ ജോലി ചെയ്യും, നോക്കാൻ ആളില്ലെങ്കിൽ ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നോക്കിയിരിക്കും, വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കും. നോക്കാൻ ആളുടെ വർക്ക് ചെയ്യും. ജോലി ഒരു ഭാരമായിട്ട് എല്ലാവർക്കും അനുഭവപ്പെടുന്നു. ഇതൊക്കെ കഴിഞ്ഞ് കുഞ്ഞുവാവയൊക്കെ ഒന്ന് വലുതായി കഴിഞ്ഞാൽ അച്ഛനമ്മയുടെയും മനസ്സിൽ ഭയങ്കര ആദ്യം. കാരണം നല്ല സ്കൂളിൽ ചേർക്കണം, നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർത്തണം. അപ്പോൾ
മക്കളെ ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിക്കേണ്ടതാണ്. അവരൊരിക്കലും ഞങ്ങളെപ്പോലെ ആവരുത്. അവർ നല്ല രീതിയിൽ നല്ല പൊസിഷനിൽ എത്തിക്കണം ഞങ്ങളെ കണ്ണടയുന്നതിന് മുന്നേ എന്ന് എല്ലാ അച്ഛനമ്മമാരും ആഗ്രഹിക്കുന്നു. അങ്ങനെ നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേരാൻ പോയി. അവിടെ പോയി കഴിഞ്ഞാൽ നല്ല സംഖ്യ ഡൊണേഷൻ കൊടുക്കണം. അഡ്മിഷൻ ഫീസ് കൊടുക്കണം, പിന്നെ PTA ഫണ്ട് കൊടുക്കണം, ആനുവൽ ഡേ ഫണ്ട് കൊടുക്കണം, പിന്നെ ടൈം ടേബിൾ ഫീസ്, യൂണിഫോം ഫീസ്, വണ്ടിയുടെ ഫീസ്, പിന്നെ ഇതിൻ്റെ ഓണർ വല്ല ആരാധനാലയം കെട്ടുന്നുണ്ടാവും, അതിന് ഡൊണേഷൻ കൊടുക്കണം. അവർ ചാരിറ്റി വല്ലതുമൊക്കെ ചെയ്യുന്നുണ്ടാവും. ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്കം, കൊടുങ്കാറ്റ്, പിന്നെ അപൂർവ രോഗങ്ങൾക്കുള്ള ഫണ്ട്, അതിന് ചികിത്സയ്ക്കുള്ള ഫണ്ട്, പിന്നെ പലതരം സ്റ്റാമ്പുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ വാങ്ങിക്കണം. നല്ല പൈസ ആവും ഡൊണേഷൻ. കുട്ടികളങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ ചേർത്തി വന്നു. പിന്നെ കുട്ടികളെ അബാക്കസിന് ചേർക്കണം, വേദിക് മാത്തമാറ്റിക്സ് ചേർക്കണം, അവരെ മെമ്മറി ടെക്നിക്സ് പഠിപ്പിക്കാൻ ചേർക്കണം, പിന്നെ റൂബിക്സ് ക്യൂബ്, EADL, അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ചേർക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ ഡ്രോയിങ്, ഡാൻസ്, മ്യൂസിക്, കീബോർഡ്, അതിനൊക്കെ ചേർക്കും. ഇതിന് ഓരോന്നിനും അരങ്ങേറ്റങ്ങളുണ്ട്. ഡാൻസിനും പാട്ടിനും എല്ലാം. അന്ന് നല്ല ഡ്രസ്സൊക്കെ എടുക്കണം, ബന്ധുക്കളെ എല്ലാവരെയും വിളിച്ചുകൂട്ടി അവർക്ക് നല്ല ഭക്ഷണമൊക്കെ കൊടുക്കണം, പിന്നെ വെറ്റിലി അടക്കയും വാങ്ങിച്ച് നല്ലൊരു സംഖ്യ ദക്ഷിണ കൊടുക്കണം. പിന്നെ ഇതൊക്കെ ചെയ്യും. പിന്നെ എൻട്രൻസ് കോച്ചിങ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ജനിക്കുമ്പോൾ തൊട്ടൻ മകൻ ഇംഗ്ലീഷ് പഠിക്കണം, അതിനാൽ ഭാര്യ തൻ പേര് അങ്ങ് ഇംഗ്ലണ്ടിലാക്കി ഞാൻ. ഇപ്പം അത് ട്രെൻഡ് മാറി. ഇപ്പോഴത്തെ ട്രെൻഡ് പറഞ്ഞാൽ ജനിക്കുമ്പോൾ തൊട്ടൻ മകൻ ഡോക്ടറോ എഞ്ചിനീയറോ ആയിടണം, അതിനാൽ ഭാര്യ തൻ പേരങ്ങ് എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിലാക്കി ഞാൻ. അതാണ് സ്ഥിതി. അപ്പോൾ എൻട്രൻസ് കോച്ചിങ് ചേർത്തു. കുറെ കഴിയുമ്പോഴേക്കും പിന്നെ ഇപ്പൊക്കെ പീഡനത്തിൻ്റെ കാലമാണ്. അതുകൊണ്ട് കുട്ടികളെ കരാട്ടെ, ബോക്സിങ്, തൈക്കുണ്ട്, അങ്ങനത്തെ എന്തോ സംഭവങ്ങൾ അതിനൊക്കെ ചേർത്തു. നല്ല സംഖ്യ ചിലവാകും. പഠനത്തിന് വേണ്ടി നല്ല സംഖ്യ. ആദ്യം ചെറിയൊരു ബാധ്യത തലയിൽ വന്നു, ജോലി ഭാരം വന്നു, പിന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവിൻ്റെ ഒരു ഭാരം. അപ്പോഴാണ് വീട്ടിനുള്ളിൽ നിന്ന് ഭാര്യ നിലവിളിക്കാൻ തുടങ്ങും, കരയാൻ തുടങ്ങും. എന്താ കരയണ്? എന്താ നീ കിടന്ന് കരയണ്? മനുഷ്യ, വാസന്തിക്ക് വീടായി, ലക്ഷ്മിക്ക് വീടായി, കുമുദത്തിന് വീടായി, കുസുമത്തിന് വീടായി, വെട്ടിക്കവല വിശ്വത്തിന് വീടായി, KPOP രാമകൃഷ്ണന് വീടായി. KPOP പറഞ്ഞ കേരള പൊതുജന പാർട്ടി നേതാവ്. എനിക്ക് മാത്രം വീടുമില്ല, കുടിയുമില്ല, ഒന്നുമില്ല. മുകളിൽ ആകാശ, താഴെ ഭൂമി. ഒരു ലഡ്ഡു തിന്നെന്ന് തോന്നിയാൽ നിങ്ങൾ 2 ലഡ്ഡു നിങ്ങളെ പോക്കറ്റിൽ ഇതിൽ പാൻറ് പോക്കറ്റിൽ ഇട്ട് കൊണ്ടുവരണം. ഒരു ദോശ തിന്നാൻ പറഞ്ഞാൽ ഒരു 10-100 ദോശ ഉണ്ടാക്കി വീട്ടിലെല്ലാവർക്കും ഉള്ള ദോശ ഉണ്ടാക്കണം, കട്ടിച്ചട്നി ഉണ്ടാക്കണം. അതിനൊക്കെ അവർ കുറ്റവും പറയും. നാത്തൂന്മാരും ഏട്ടന്മാരും അനിയന്മാരും ഒക്കെ കുറ്റവും പറയും. നിങ്ങളുടെ ദോശയിൽ എന്താ ഓട്ട കുറവ്, ചട്നിക്ക് എന്താ കട്ടി കുറവ്, കട്ടിച്ചട്നിക്ക് എന്താ കട്ടി കുറവ്, എന്താ അതിൽ ഉപ്പില്ല, മുളകില്ല, അങ്ങനെ ഓരോ കുറ്റവും പറയും. വല്ല പ്രൈവസി ഉണ്ടോ മനുഷ്യ? സന്തോഷം വന്നാൽ ഒന്ന് നിലവിളിക്കാൻ പറ്റുമോ? ഇവിടെ ഒരു പ്രൈവസി ഇല്ല. തറവാട വേണ്ടി തലേന്ന് വരുത്തി തല വെളിയിൽ വരും. എനിക്ക് ദൊരരാജ് തിയേറ്ററിലെ ഓണറിൻ്റെ മകൻ്റെ കല്യാണ ആലോചന വന്നായിരുന്നു. ചൊക്കരക്കണ്ണനാണ് വേണ്ടിയിട്ട് അത് ഒഴിവാക്കിയത്. വലിയ അബദ്ധമായി. ചൊക്കരക്കണ്ണനാണെങ്കിൽ എന്താണ്, കൊട്ടാരം പോലുള്ള വീടുണ്ട്, വീട്ടിന് മുൻവശത്ത് ആനയുണ്ട്, വലിയ ലോറി പോലുള്ള കാറുണ്ട്, പിന്നെ കള്ളന്മാരെ ഓടിക്കാൻ വലിയ വലിയ വിദേശ നായ്ക്കളുണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ എന്താ ഉള്ളൂ? ഒന്നുമില്ല. ആനയ്ക്ക് വേറെ ആനപ്പുണ്ടിയുണ്ട്, നായയുടെ ചങ്ങലയുണ്ട്, പിന്നെ ചീത്ത വിളിക്കുന്ന കുറേ നിങ്ങളെ കുടുംബാംഗങ്ങളും ഉണ്ട്. എൻ്റെ കഷ്ടകാലം എന്നല്ലാണ്ട് എന്താ പറയുക, എൻ്റെ കാര്യം പോക്കഴിയുന്നത് കൊണ്ട്. പിറ്റേ ദിവസം ബൈക്ക് എടുത്ത് ഇയാളിങ്ങനെ റോഡിലൂടെ പോയപ്പോൾ ബാങ്കിൻ്റെ മുമ്പത്തെ മുഴുവൻ ബോർഡുകൾ, ഉത്സവകാല റിബേറ്റ്,
പലിശയിൽ 0.5% ഇളവ്. ഉത്സവകാല റിബേറ്റ് പ്രോസസ്സിംഗ് ചാർജിൽ 0.25% ഒഴിവ്. ഉത്സവകാല റിബേറ്റ് ലീഗൽ ഒപ്പീനിയൻ തേടുന്നതിൽ 0.5% ഒഴിവ്. അങ്ങനെ ഒരരി 2 കാലുകളും 1%. ഇതന്നെ നല്ല സമയം എന്ന് പറഞ്ഞിട്ട് എളുപ്പം ബാങ്കിൽ കയറി ചോദിച്ചു. അപ്പോൾ ബാങ്കിൽ ഇതിനൊക്കെ വേണ്ടിയിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർ പറഞ്ഞു, സാർ എത്ര മണിക്കാണ് വീട്ടിലുണ്ടാവുക ചോദിച്ചു. ഞാൻ കറക്റ്റ് 10 മണിക്കും വീട്ടിലുണ്ടാവും, 5 മണിക്കും വീട്ടിലുണ്ടാവും പറഞ്ഞു. എന്നാൽ സാറേ 5 മണിക്ക് വീട്ടിൽ വരാൻ പറഞ്ഞു. 5 മണിക്ക് വീട്ടിൽ പോകുമ്പോഴേക്കും അവിടെ ബാങ്കിൻ്റെ 2-3 ആൾക്കാർ കാറും എടുത്ത് വന്നിരിക്കുന്നുണ്ട്. അവരൊരു ലിസ്റ്റ് കൊടുത്തു. ആധാരം, അതിൻ്റെ കോപ്പികൾ, അടിയാധാരം 100 കൊല്ലത്തെ, പിന്നെ കുടിക്കട സർട്ടിഫിക്കറ്റ് 60 വർഷത്തെ, പൊസഷൻ സർട്ടിഫിക്കറ്റ്, ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ്, ലൊക്കേഷൻ മാപ്പ്, ലൊക്കേഷൻ സ്കെച്ച് ഡിമാർക്ക് ചെയ്തത്, ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ള ഉത്തരവ്, ഭൂമി തരം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ്, അപ്രൂവ്ഡ് പ്ലാനിൻ്റെ കോപ്പി, സാലറി സർട്ടിഫിക്കറ്റുകൾ, 5-6 കൊല്ലത്തെ ഇൻകം ടാക്സ് ഫയൽ ചെയ്തതിൻ്റെ കോപ്പികൾ, റിട്ടേൺ ഫയൽ ചെയ്തതിൻ്റെ കോപ്പികൾ, ആധാർ കാർഡിൻ്റെ കോപ്പി, പിന്നെ തിരിച്ചറിയൽ കാർഡിൻ്റെ കോപ്പി, അഡ്രസ്സിൻ്റെ പ്രൂഫിൻ്റെ കോപ്പികൾ ഒക്കെ റെഡിയാക്കുക. ഒരു 10-100 സർട്ടിഫിക്കറ്റുകൾ. പിന്നെ ഇയാൾ ജീവിച്ചിരിക്കുന്നതിന് വേണ്ടി തഹസിൽദാരുടെ സർട്ടിഫിക്കറ്റ്, ലൈഫ് സർട്ടിഫിക്കറ്റ്. പിന്നെ ഇയാൾ ലോൺ അടയ്ക്കാൻ വേണ്ടി 30 കൊല്ലം കൂടി ജീവിക്കാൻ വേണ്ടി ഒരു ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് എല്ലാം സംഘടിപ്പിച്ച് കൊടുത്തു. അപ്പോൾ ലോണൊക്കെ സാക്ഷരായി. അവിടെ ഒപ്പിടാൻ വരാൻ പറഞ്ഞു. ബാങ്കിൽ പോയി നോക്കുക, ഒരു 10-300 സ്ഥലത്ത് ഒപ്പിടിച്ചു. ഡോക്യുമെൻ്റിൻ്റെ മുകളിൽ, ചുവട്ടിൽ, ലെഫ്റ്റ്, റൈറ്റ്, ഓരോ മുക്കുകളിലും മൂലകളിലൊക്കെ ഒപ്പിടിച്ചു. എന്താ എഴുതിയിരിക്കുന്നത്, ഏതാ എഴുതിയിരിക്കുക ഒരു പിടിയില്ല. ഇംഗ്ലീഷിലാണ് കംപ്ലീറ്റ്. ഒരു 2 വാക്ക് മാത്രം കണ്ടു, വേറാസ് എന്ന് പറഞ്ഞിട്ട് കുറേ സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട് സ്റ്റാർട്ടിങ്ങിൽ. അതിൻ്റെ അർത്ഥവും മനസ്സിലായില്ല എന്താണ്. സാറേ ഇതിൻ്റെ അർത്ഥം എന്താ ചോദിച്ചു, ഇതിൻ്റെ ഈ എഴുതിയിരിക്കുന്നതൊക്കെ എന്താ ചോദിച്ചപ്പോൾ ഇതിൻ്റെ അർത്ഥം മുഴുവൻ അറിയണമെങ്കിൽ വല്ല സുപ്രീം കോടതിയിലെ വല്ല വക്കീലുമാർ വേണ്ടി വരും. 10-30 കൊല്ലം പിടിക്കുക അതിന് മുഴുവൻ അർത്ഥം പറഞ്ഞു കഴിയണമെങ്കിൽ. നിങ്ങൾക്ക് ലോണ് വാങ്ങിച്ചിട്ട് വീട് കെട്ടൽ നടക്കില്ല അവർ. അയ്യോ അത് ശരിയാവില്ല പറഞ്ഞിട്ട് എല്ലാ സ്ഥലത്തും ഒപ്പിട്ട് കൊടുത്ത് 2 പേപ്പറിൽ അഡീഷണൽ ഒപ്പിട്ട് കൊടുത്തു. വേറാസ് എന്നുള്ളതിൻ്റെ അർത്ഥം മാത്രം പിന്നീട് മനസ്സിലായത്. ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്തെങ്കിലും കാരണവശാൽ പലിശ കൂട്ടിയാൽ രാത്രി 12:01 കറക്റ്റ് പലിശ കൂടും. പലിശ കുറച്ചാൽ 12 കൊല്ലം കഴിഞ്ഞാലും പലിശ കുറയില്ല. അത് നമ്മൾ ബാങ്കിൽ പോയി കുറേ പേപ്പറുകളൊക്കെ ഒപ്പിട്ട് കൊടുക്കണം. ഒരു 10-15,000 രൂപ പിന്നെ അഡീഷണൽ അടയ്ക്കണം. അതാണ് സ്ഥിതി. പിന്നെ കാലാവധിക്ക് മുന്നേ ക്ലോസ് ചെയ്യണമെങ്കിൽ നല്ലൊരു സംഖ്യ പലിശയായിട്ട് അടയ്ക്കണം. അതേപോലെ ലോൺ അടയ്ക്കാൻ വൈകിയാൽ ചെക്ക് ബൗൺസിങ് ചാർജ്, പലിശ വേണ്ടി നല്ലൊരു തുക അടയ്ക്കണം. ഇതൊക്കെയാണ് ഈ വേറാസ് എന്നുള്ള അർത്ഥം എന്നുള്ള പിന്നീട് മനസ്സിലായി. അങ്ങനെ വലിയൊരു വീട് കെട്ടി വീടിൻ്റെ മുൻവശത്ത് ഒരു പട്ടിക്കൂടൊക്കെ വെച്ചു. ഒരു പട്ടിയെ വളർത്തി, പട്ടി അകത്തുണ്ടെന്നുള്ള ബോർഡ് വെച്ചു. ഒരു വലിയ ഡോറ് പോലുള്ള കാറ് വാങ്ങിച്ചു നിർത്തി. എന്താ ബുദ്ധിമുട്ടാണ് പറഞ്ഞാൽ വരുന്നവർ മുഴുവൻ ബന്ധുക്കളും ശത്രുക്കളും ഒക്കെ പട്ടി അകത്തുണ്ടോ, ഗോപാലേട്ടൻ്റെ അകത്തുണ്ടോ, പട്ടി അകത്തുണ്ടോ, ഗോപാലേട്ടൻ്റെ അകത്തുണ്ടോ വയ്ക്കും. ഭയങ്കര ദേഷ്യം വരാൻ തുടങ്ങി. അവസാനം ആ ബോർഡ് മാറ്റി ഡോഗ് ഓൺ ഡ്യൂട്ടി എന്ന് എഴുതി വെച്ചു. അതും തൊന്തരവായി. പട്ടി പണിയിലാണോ, ഗോപാലേട്ടൻ പണിയിലാണോ എന്നിട്ട് അങ്ങനെയായി ചോദ്യം. എല്ലാം മാറ്റി CCTV ക്യാമറ സ്ഥാപിച്ച് യു ആർ അണ്ടർ CCTV സർവൈലൻസ് എഴുതി വെച്ചു. അതോടെ പിടുത്തം വിട്ടു. ബന്ധുക്കളും ശത്രുക്കളൊക്കെ ഒതുക്കി. പിന്നെ വീട്ടിൽ മുഴുവൻ ഫർണിച്ചർ വാങ്ങിക്കൂട്ടിയിട്ട് വലിയ TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, എയർ ഫ്രയർ, എല്ലാ റൂമുകളിലും AC, പിന്നെ സർവ്വ സാധനങ്ങൾ, അടിച്ചുകൊള്ളാനും തുടയ്ക്കാനുള്ള മെഷീൻ, ചൂടുവെള്ളം വരാൻ ഗീസർ, അങ്ങനെ എല്ലാം വാങ്ങിച്ച് നിറച്ച് കൂട്ടിയിട്ട് വീട് മുഴുവൻ നിന്ന് തിരിയാൻ സ്ഥലമില്ലാണ്ടായി. പിന്നെ നമ്മളെ ബന്ധുക്കൾ വന്ന്, കുറ്റം പറയുന്ന ബന്ധുക്കൾ വന്ന് അവർക്ക് ഇരിക്കാൻ വേണ്ടി സെറ്റി, അവർക്ക് സ്നാക്സ് കഴിക്കാൻ വേണ്ടി ടീ പോയി, അവർക്ക് സ്വസ്ഥമായിരുന്നു കുറ്റം പറഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഡൈനിങ് ടേബിള്, അതിന് ചെയറുകൾ എല്ലാം ഗംഭീരമാക്കി. ഇതിൻ്റെയൊക്കെ ലോണുകൾ ഇടയ്ക്കിടയ്ക്ക് അടയ്ക്കുന്നതിന് വേണ്ടി പലിശക്കാരിൽ നിന്നും കുറച്ച് പൈസ വാങ്ങിച്ചു. നോക്കുമ്പോൾ 1-ാം തീയതി വരുന്നു കണ്ടു കഴിഞ്ഞാൽ AC ഇട്ടാലും കിടന്ന് വിയർക്കാൻ തുടങ്ങി. പിന്നെ ഭാര്യയ്ക്കൊരു ഐഫോണ്, മക്കൾക്ക് ഐഫോണ്, ലാപ്ടോപ്പ് എല്ലാം വാങ്ങിച്ചു കൂട്ടി. വട്ടിപ്പലിശക്കാരുടെ നിന്നും കുറച്ച് പൈസ വാങ്ങിച്ചു. പിന്നെ ഈ ചെറുപ്പ സമയത്താണ് ടൂർ പോകേണ്ടതെന്ന് പറഞ്ഞിട്ട്
കുളു, മണാലി, ഡാർജിലിംഗ്, കാശ്മീർ വരെയൊക്കെ ഒന്ന് പോയിട്ട് വന്നു. വിദേശത്തൊന്ന് പോകണം വേണ്ടിട്ട് കേപ്പ് ടൗൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് വിദേശത്തൊന്ന് പോയിട്ട് വന്നു. ഇതിനിടയിലാണ് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് റോസ് കളർ ചുരിദാറിട്ട് ഒരു അമ്മ വന്നിട്ട് സാലറി സർട്ടിഫിക്കറ്റ് ഒന്ന് വേണം, മറ്റേ ഒരു ചിട്ട് കിട്ടിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അങ്ങനെ അതിനും ഒപ്പിട്ട് കൊടുത്തു. വേറെ വിധാൻ പാൻറ് ഷർട്ട് തൊട്ട് ഇൻ ചെയ്ത് സൗമ്യനായിട്ടുള്ള ഒരു വ്യക്തിത്വം, അദ്ദേഹം വന്ന സാലറി സർട്ടിഫിക്കറ്റ് ചോദിച്ചു, അതും കൊടുത്തു. എന്ത് പറ്റി പറഞ്ഞാൽ 5-6 ഇൻസ്റ്റാൾമെൻ്റ് അടച്ച അവർ ആരും അടവില്ല. സാലറി റിക്കവറി നോട്ടീസ് വന്നു, അത് സാലറി നിന്ന് പിടിക്കാൻ തുടങ്ങി. പിന്നെ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ പോയി ഭാര്യയ്ക്ക് ഡയമണ്ട് നെക്ലസ്, ഒഡ്യാണം അതൊക്കെ വാങ്ങിച്ചു കൂട്ടി. ഷോപ്പിങ്ങൊക്കെ ഗംഭീരാക്കി. അങ്ങനെ ഈ ലോണുകളും ജാമ്യം നിന്ന ബാധ്യതയായിട്ട് ഒരു ബാണ്ടക്കെട്ട് കൊടുത്ത് അല്ല കൊണ്ടുവന്നു. വലിയ വീടൊക്കെ കെട്ടി ഹൗസ് വാമിയൊക്കെ ഗംഭീരമാക്കി, എല്ലാവരെയും വിളിച്ചൊക്കെ കൂട്ടി. ഒരു 10-50 നിലവിളക്കുകൾ കിട്ടി, 10-25 മയിലിൻ്റെ ചിത്രങ്ങൾ, 10-25 കഥകളുടെ ചിത്രങ്ങൾ, ഒരു 10-15 ബുദ്ധൻ്റെ പ്രതിമകൾ, മൊത്തം ഒരു റൂം മുഴുവൻ ഈ സാധനങ്ങൾ നിറഞ്ഞു. ഈ ചൈന സാധനങ്ങളും അതും ഇതുമായിട്ട്. അത് കഴിഞ്ഞ് ഇങ്ങനെ സ്വസ്ഥമായിട്ട് കുറച്ചിരിക്കുന്ന സമയത്താണ് വേറൊരു ബാധ്യത കൂടെ വരാൻ തുടങ്ങി. മാനം മര്യാദ. എന്താ മാനം മര്യാദ? നാട്ടിലുള്ള ആൾക്കാർ മുഴുവൻ കല്യാണത്തിൽ വിളിക്കാൻ വരും. അടുത്ത ബന്ധുക്കളും ആന്ന ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ. അവർക്കത് ഗിഫ്റ്റ് കൊടുക്കണം. ആ ബന്ധുത്വത്തിൻ്റെ അളവനുസരിച്ച് ഗിഫ്റ്റ് കൊടുക്കണം, പരിചയത്തിൻ്റെ അളവനുസരിച്ച്. അതിന് നല്ല ചിലവുണ്ട്. ഹൗസ് വാമിങ്ങുകൾക്ക് വിളിക്കും, അതിനും ഗിഫ്റ്റ് കൊടുക്കണം. പിന്നെ വിഷു വന്നാൽ പേടിയാണ്, വിഷു കഴിഞ്ഞിട്ട് എല്ലാവർക്കും കൊടുക്കണം. ഓണം വന്നാലും പേടിയാണ്, ഓണക്കോടി എല്ലാവർക്കും എടുത്തു കൊടുക്കണം. കെട്ടുനിറ വന്നാൽ പേടിയാണ്, കെട്ടുനിറയിൽ പൈസ ഇടണം. പിന്നെ കുട്ടികളുടെ 28 ബർത്ത്ഡേ, കാതുകുത്തൽ, പിന്നെ ധാവണി കല്യാണം, വളകാപ്പ് പറഞ്ഞാൽ ഈ പ്രസവിച്ചിട്ട് വിളിച്ചിട്ട് പോകുന്നതാണ്. ഇതിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കണം. പിന്നെ ഷഷ്ടിപൂർത്തി, നവതി, ശതാബ്ദി, അതിനുമൊക്കെ പൈസ കൊടുക്കണം, ഗിഫ്റ്റ് കൊടുക്കണം. പിന്നെ മുത്തശ്ശൻ്റെയും മുത്തിയമ്മയുടെ ശ്രാദ്ധം ഉണ്ടാവും, അതിന് പൈസ ചിലവുണ്ട്. രാത്രി ദൈവത്തിന് കൊടുക്കുക, ആട്ടിറച്ചിയും അങ്ങനത്തെ സംഭവങ്ങൾ കഴിച്ചിട്ട് കൊടുക്കണം, ദൈവത്തിന് കൊടുക്കലുണ്ട്. വൈകിട്ട് എന്താ പരിപാടി, ആ സാധനങ്ങളൊക്കെ വേണം. പിന്നെ അടിയന്തരം അങ്ങനത്തെ പോലുള്ള സംഭവങ്ങൾക്ക് ഷെയർ കൊടുക്കണം. പെങ്ങന്മാർക്ക് ചെമ്പിൻ്റെ കലം വാങ്ങിച്ചു കൊടുക്കും. അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. ഇതിനിടയിലാണ് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ആരെങ്കിലുമൊക്കെ ട്രാൻസ്ഫർ ആയി പോയിട്ടോ, അവർക്ക് നല്ല സദ്യ കൊടുക്കണം, അവർക്ക് മംഗളപത്രം കൊടുക്കണം. അതുണ്ട്. അതിന് നല്ല പേഴ്സൻറ്റേജ് വെച്ചിട്ടാണ് എല്ലാ ഭാഗത്തും പിരിവ്. പിന്നെ റിട്ടയർ ചെയ്യുന്ന പോകുന്ന ആൾക്കാർ, അവർക്ക് 1 പവൻ്റെ മോതിരം കൊടുക്കണം. പിന്നെ മംഗളപത്രം കൊടുക്കണം, നല്ല പാർട്ടി കൊടുക്കണം, പ്രസംഗമൊക്കെ നടത്തണം അവരുടെ വിശിഷ്ട സേവനത്തെ കുറിച്ചിട്ട്. അതിനൊക്കെ പേഴ്സൻറ്റേജ് പിരിവ്, അതിനൊക്കെ പിരിക്കാനുള്ള ആൾക്കാർ ഓരോ സ്ഥലത്ത് വിട്ട്. അത് കഴിഞ്ഞാണ് സംഭാവനക്കാർ. അത് ഒരു മാനമര്യാദ ഒരു ബാധ്യത. അത് കഴിഞ്ഞാൽ സംഭാവനക്കാർ പറഞ്ഞ് വേറൊരു ബാധ്യത വരും. സംഘടനക്കാർ, അവർക്ക് മെമ്പർഷിപ്പ് ഫീസ് കൊടുക്കണം, ആനുവൽ വർക്കിംഗ് ഫണ്ട് കൊടുക്കണം,
പിന്നെ ഓരോ പരിപാടിക്ക് വർക്കിംഗ് ഫണ്ട് കൊടുക്കണം. പിന്നെ മാസിക ഉണ്ടാവും, അതെടുക്കണം. പിന്നെ അവർ കാസർഗോഡ് നിന്ന് അതിന് നേതാക്കന്മാർ പാറശാല വരെ മറ്റേ വാഹന പ്രചരണ ജാഥ നടത്തുന്നുണ്ടാവും, അതിന് നോട്ടുമാല ഇട്ട് കൊടുക്കണം. ഇതൊക്കെ ചെയ്യണം. അത് നല്ലൊരു സംഖ്യ വരും. അവർ പിന്നെ ചാറ്റിയുടെ പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നുണ്ടാവും. വെള്ളപ്പൊക്കം, കൊടുങ്കാറ്റ്, ഉരുൾപൊട്ടൽ, അപൂർവ രോഗങ്ങൾക്കുള്ള ഫണ്ട്, അതിനുള്ള പൈസയും കൊടുക്കണം. പിന്നെ അവരാരെങ്കിലുമൊക്കെ വീട് കെട്ടി കൊടുക്കുന്നുണ്ടാവും, അത് കൊടുക്കണം. പിന്നെയാണ് ഓരോ പാർട്ടിക്കാരും പിരിവിന് വരും, പിരിവ് കൊടുക്കണം. ഇപ്പോൾ പിരിവ് കൊടുത്തിട്ട് അവനെ തല്ലു വരും. അതാണ് കണ്ടീഷൻ. പത്രം എടുക്കണം. പിന്നെ അവർ അതേപോലെ ജാഥയൊക്കെ ഉണ്ടാവും. കാസർഗോഡ് മുതൽ പാറശാല വരെയൊക്കെ ജാഥ ഉണ്ടാവും, അതിന് നോട്ട് മാലിയിട്ട് കൊടുക്കണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ വീട്ടിൻ്റെ അടുത്ത് ഓരോ ആരാധനാലയങ്ങളുണ്ടാവും, അവിടേക്ക് പൈസ കൊടുക്കണം, വരി കൊടുക്കണം. ഉത്സവങ്ങൾക്കുള്ള പൈസ കൊടുക്കണം. അതൊക്കെ നിശ്ചിത സംഖ്യകളുണ്ട്. യുക്തിവാദികൾ, അവർക്ക് പൈസ കൊടുക്കണം. ശാസ്ത്രക്കാർ തന്നെ വിഭാഗമുണ്ട്, അവർക്ക് പൈസ കൊടുക്കണ്ട, അവർക്ക് പുസ്തകങ്ങളാണ്. ഭൂമി ഉരുണ്ടതാണ്, അത് പരന്നു കിടക്കുന്നത്. എന്തുകൊണ്ട്? മാവാണോ ആദ്യം ഉണ്ടായത്, മാങ്ങണ്ടിയാണോ ആദ്യം ഉണ്ടായത്? കോഴിയാണോ ആദ്യം ഉണ്ടായത്, കോഴിമുട്ടയാണോ ആദ്യം ഉണ്ടായത്? കറുത്ത കോഴി വെളുത്ത മുട്ടയിടുന്നു, വെളുത്ത കോഴി എന്തുകൊണ്ട് കറുത്ത മുട്ടയിടുന്നില്ല? എന്തുകൊണ്ട്? അതിന് പുസ്തകം വാങ്ങിച്ചാൽ മതി. പിന്നെ ചാരിറ്റിക്കാർ, പ്രളയം, വരൾച്ച, കൊടുങ്കാറ്റ്, അതിനൊക്കെയുള്ള ചാരിറ്റി, അതിനുള്ള ആൾക്കാരുണ്ട്, അവർക്ക് പൈസ കൊടുക്കും. പിന്നെ വേറൊരു വിഭാഗക്കാർ പോകുന്നുണ്ട്, അലുമിനിക്കാറുണ്ട്. അത് 50 കൊല്ലം മുമ്പ് റിട്ടയർ ചെയ്ത മുമ്പ് പഠിച്ച ആൾക്കാരൊക്കെ കൂടെ ഒന്നിച്ചുകൂടി ഒരു ദിവസം പിന്നെ കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞ് ഉച്ചയ്ക്ക് സദ്യയൊക്കെ കഴിച്ച് വൈകുന്നേരം പരിപ്പ് വടയും ചായയും കേക്കും ഒക്കെ കഴിച്ച് ടാറ്റ പറഞ്ഞു പോവുക. അലുമിനിക്കാർ, അവർക്ക് പൈസ കൊടുക്കണം. അങ്ങനെ ഒരു ബാധ്യത. സംഭാവനക്കാർ. അടുത്തതാണ് ഒരു 50 വയസ്സാകുമ്പോഴേക്കും പലവിധ രോഗങ്ങൾക്ക് അടിമയായിട്ടാവും. BP, ഷുഗർ, കൊളസ്ട്രോൾ, ഹാർട്ട് അറ്റാക്ക്, ക്യാൻസർ, മൂലക്കുരു, ഫിഷർ, ഫാറ്റി ലിവർ, കിഡ്നി പ്രോബ്ലം, സ്ട്രോക്ക്, പോസ്ട്രേറ്റ് വീക്കം, മെനോപാസ്, വിറ്റാമിൻ B12 കുറവ്. ഈ മെനോപാസും വിറ്റാമിൻ B12 കുറവൊക്കെ ഉണ്ടെങ്കിൽ കള്ളു കുടിച്ച കുരങ്ങനെ തേള് കടിച്ച അവസ്ഥയായിരിക്കും. വട്ടുപോലെ ആവും ആൾക്ക്. മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങ വീണ അവസ്ഥയാവും. പിന്നെ അതേപോലെ അമ്മായി അച്ഛൻ്റെ ഹാർട്ട് അറ്റാക്ക്, അമ്മായി അമ്മയുടെ ഹിസ്റ്റക്ടമി ഓപ്പറേഷൻ, അച്ഛൻ്റെ ഏമ്പക്കം, അമ്മയുടെ പല്ലു മാറ്റി വയ്ക്കൽ. പിന്നെ ഗൾഫിൽ നിന്നും യൂറോപ്പിൽ നിന്നൊക്കെ ഇയാൾക്ക് ജോലി ചെയ്യുമ്പോൾ കിട്ടിയ ഒടുക്കത്തെ ശ്വാസം മുട്ടൽ. ഇതിനിടയിൽ കൂടെ മരണഭയവും വരും. ചികിത്സാ ചെലവ്, അത് വലിയൊരു ബാധ്യതയാണ്. ഇതൊക്കെ കഴിഞ്ഞ് റിട്ടയർ ചെയ്ത് വീട്ടിൽ വരും. അപ്പോഴേക്ക് മെല്ലെ വീട്ടിൽ ചുറ്റുമൊക്കെ ഒന്ന് നടക്കും. അപ്പോഴാണ് ഒരു സംശയം, അയൽക്കാര് വീടിൻ്റെ ഈ അതിർത്തിയൊക്കെ നീക്കിക്കൊണ്ടുവരുന്നുണ്ടോ? ഒരു സംശയം. പിന്നെ അവിടുത്തെ മഴവെള്ളം ഒലിച്ച് ഇങ്ങോട്ടാണല്ലോ വരുന്നത്. അവർ കെട്ടുന്ന അതിൻ്റെ സെപ്റ്റി ടാങ്ക് വെക്കാൻ പോകുന്നത് നമ്മളെ പൂജാമുറിയുടെ അടുത്താണല്ലോ. അവിടുത്തെ തെങ്ങിൻ്റെ പട്ടക്കൈ ഇങ്ങോട്ട് വളർന്നു നിൽക്കണു. അങ്ങനെ ബന്ധുക്കളും നാട്ടുകാരും ഭാര്യയൊക്കെ പറയാൻ തുടങ്ങി, നിങ്ങളെയൊക്കെ എന്തിനു കൊള്ളാമെന്ന് കേട്ട് പറയാൻ തുടങ്ങി. അങ്ങനെ ഇതിനെക്കുറിച്ച് അയൽക്കാരുമായി സംസാരിച്ചു. വഴക്കായി, വക്കാണായി, പൊത്തുമുടിയായി. അപ്പോൾ ഈ അവർ മകൻ വടിയെടുത്തിട്ട് വന്നു. മകള് ഐഫോണിൽ വീഡിയോ ഓൺ ചെയ്തിട്ട് വീഡിയോയിൽ കംപ്ലീറ്റ് പിടിച്ചു. അങ്ങനെ പൊത്തുമുടിയായി, അടിയൊക്കെ ആയി, അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തയൊക്കെ വിളിച്ചു. അവർ നല്ല ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്തു. അതിൻ്റെ കൂടെ വക്കീലിനെ കണ്ട് വക്കീൽ 2-3 അഡീഷണൽ ചേർത്തു. എന്താ അഡീഷണൽ ചേർത്ത്? ജാതിപ്പേര് വിളിച്ച് തല്ലി. തല്ലുന്നതിനിടയിൽ നിന്നെ ഒറ്റ അടിക്ക് കൊല്ലുമട എന്ന് പറഞ്ഞിട്ടാണ് തല്ലിയത്. അങ്ങനെ കുറേ വകുപ്പുകൾ ചേർന്നു. അങ്ങനെ അമ്മായി വീട്ടിൽ കുറേ
ജാമ്യം കിട്ടാത്ത വകുപ്പുമായിട്ട് കുറേ ദിവസങ്ങൾ കിടന്നു. അങ്ങനെ വെളിയിൽ എങ്ങനെയൊക്കെ ഇറങ്ങി, ആരെയൊക്കെ പിടിച്ച്, വക്കീലിനെയൊക്കെ പിടിച്ച് എങ്ങനെയൊക്കെ കുറേ അമ്മായി വീട്ടിൽ കിടന്ന ശേഷം എല്ലാം ഇറങ്ങി വെളിയിൽ. അങ്ങനെ കുറച്ച് സ്വസ്ഥമായിരിക്കുമ്പോഴാണ് മെല്ലെ വീട്ടിലേക്ക് ഒന്ന് പുറപ്പെട്ടു. സ്വത്തുകളൊന്നും ഭാഗം വെച്ച് കിട്ടിയിട്ടില്ല. മെല്ലെ വീട്ടിൽ പോയി. വീട്ടിൽ പോയ സമയത്തുണ്ട് അവിടെ അളിയന്മാരുണ്ട്, പെങ്ങന്മാരുണ്ട്, ഏട്ടന്മാരുണ്ട്, അനിയന്മാരുണ്ട്. അവർ ഈ സ്വത്ത് ഭാഗം വയ്ക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. അതും അടിയിലും തല്ലിലും ബഹളത്തിനും കലാശിച്ചു. വീണ്ടും അമ്മായി വീട്ടിൽ പോയി കുറെ കിടന്നു. അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ കളക്ടർക്ക് ഒരു പരാതി കൊടുത്തു. അച്ഛനും അമ്മയും നോക്കില്ല, ഈ മകൻ വേണ്ടി പരാതി അച്ഛനെ കൊണ്ട് കൊടുപ്പിച്ചു. അവർ നേരെ ഓഫീസിലേക്ക് അയച്ചു പേപ്പർ, രജിസ്റ്റേർഡ് മറ്റേ കോടതിയിൽ RDO ഓഫീസിൽ ഹാജരാകാൻ വേണ്ടിയിട്ട്. മൊത്തം എല്ലാം പുലിവാല് പിടിച്ച പോലെയായി. മോങ്ങാനിരുന്ന നായുടെ തടി തേങ്ങ വീണ അവസ്ഥയായി. അത് കഴിഞ്ഞ് ഭാര്യയ്ക്ക് വീട്ടിൽ വന്ന് ഭാര്യയായിട്ടും അടിയും തല്ലും തുടങ്ങി. മെനോപാസിൻ്റെ സമയമാണ്, വിറ്റാമിൻ B12 കുറവുണ്ട്, തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ട്. മൊത്തം അടിയും തല്ലും. ഭാര്യയുമായിട്ടുള്ള ബന്ധം സുദൃഢമാണ് എന്ന് പറഞ്ഞ പോലെ ഭാര്യയായിട്ടുള്ള വഴക്ക് കൂടുമ്പോൾ നാട്ടുകാർ മുഴുവൻ വന്ന് രണ്ടാളെ രണ്ട് ഭാഗത്തേക്കും പിടിച്ചു മാറ്റ സ്ഥിതിയായി. പിന്നെ നാത്തൂന്മാരുടെ അടി, അമ്മായിയമ്മ പ്രശ്നം, സ്ത്രീധന ബാക്കി പ്രശ്നം, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, തർക്കങ്ങൾ. അതിൻ്റെ ഇടയിലാണ് ഈഗോ പ്രശ്നം. 10-60 വയസ്സായി, ചെറിയ കുട്ടികളെ പോലെ ഈഗോ പ്രശ്നം. എന്താണ്? ഞാൻ പറഞ്ഞത് മാത്രമേ ശരി, ഞാൻ പിടിച്ച മുയലിന് കൊമ്പ് 2. പഞ്ചപാണ്ഡവന്മാരെ എനിക്കറിയാം, കട്ടിൽക്കാല് പോലെ 3 ആള്. അഞ്ഞനം എന്നത് ഞാൻ അറിയും, മഞ്ഞൾ പോലെ വെളുത്തിരിക്കും. ഐ ഇഗ്നോ എവരിത്തിങ്, യു ഡോണ്ട് ഇഗ്നോ എനിത്തിങ്, യു ആർ റോങ്, ഐ ആം റൈറ്റ്. ഫോറസ്റ്റ് കാട്ടിലെ എലിഫൻ്റാണ് ജമ്പിടി ചാടി എന്ന അവസ്ഥ. ഈഗോ പ്രശ്നം. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് വന്നു. അവർ പറഞ്ഞു 2 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാം, സന്തോഷത്തോടെ, സമാധാനത്തോടെ, സംതൃപ്തിയോടെ നമ്മളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാറ്. ഫീസ് 20,000, ഏർലി ബേർഡ് ഓഫർ 19,999 രൂപ. ഈ 1 മണിക്കൂറുള്ളിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എളുപ്പം രജിസ്റ്റർ ചെയ്തു. എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യുകയാണെങ്കിൽ നടക്കട്ടെ വേണ്ടി അവർ തീയിൽ കൂടെ നടത്തിച്ചു, വായിൽ തീ കത്തിച്ചു, നെഞ്ചിൽ ട്യൂബിലേറ്റിട്ട് തല്ലി പൊട്ടിച്ചു, കുപ്പിച്ചിലിൻ്റെ മുകളിൽ കൂടെ നടത്തിച്ചു, ചെങ്കല് ഒരു വെല്ലം കൊണ്ട് തല്ലി പൊട്ടിച്ചു, എല്ലാം ചെയ്തു. തീ വളത്തിനുള്ളിൽ കൂടെ ചാടിച്ചു. ഭയങ്കര ധൈര്യം വന്നു. ഏത് പ്രശ്നവും കൈകാര്യം ചെയ്യാൻ നമ്മൾ കോമ്പറ്റൻ്റാണ് എന്നുള്ളത് തെളിഞ്ഞു. വലിയ ആത്മവിശ്വാസം വന്നു. വീട്ടിൽ വന്ന് 2 ദിവസം കഴിഞ്ഞു. പണ്ടത്തെ കണ്ടപ്പനായി എന്നുള്ള അവസ്ഥയായി. പഴയ ആൾ തന്നെയായി. മുഖം നോക്കിയപ്പോൾ നമ്മളെ പൂർവികർ, നമ്മളുടെ മനുഷ്യരുണ്ടായത് കുരങ്ങെന്ന് പറഞ്ഞ പോലെ ആയി മുഖം. ഇത്രയും ബാധ്യതകൾ തലയിൽ വന്നു. ഓരോ 1-ാം തീയതി വരുമ്പോൾ വലിയ AC ഇട്ടാലും കിടന്ന് വേർക്കാൻ തുടങ്ങി. ഇനിയും പല പ്രശ്നങ്ങളുണ്ട്. ഇത് മാത്രമല്ല, ഭാര്യയില്ല, കുട്ടിയില്ല, കൂലിയില്ലാത്തവർക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവരുടെ പ്രശ്നം എന്താ വെച്ചാൽ ഈ ലോകത്തെ നന്നാക്കണം. ഈ ലോകം നന്നാക്കിയിട്ട് വേണം സ്വസ്ഥമായിട്ടൊന്ന് മരിക്കാൻ. ഈ ലോകം മുഴുവൻ തലയിൽ കൊണ്ട് നടക്കുക. അങ്ങനെ പലവിധ ലക്ഷ്യങ്ങളും എല്ലാം കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ, ഇത്രയും പ്രശ്നങ്ങളൊക്കെ നമ്മുടെ തലയിൽ ഇരുന്നാൽ നമ്മുടെ ലൈഫിൻ്റെ ഒരു 10-20 കൊല്ലം നഷ്ടപ്പെടും. അകാല മരണത്തിനിടയാവും. പലവിധ രോഗങ്ങൾക്ക് അടിമ. സ്ട്രോക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ജീവിച്ചിരിക്കേണ്ടതെന്നുള്ള ഓർമ്മ വരില്ല, ഓർമ്മ ഉണ്ടാവില്ല. ഇങ്ങനെ ഒരാൾ ഓർമ്മശക്തിയൊക്കെ പോകും. അൽഷിമേഴ്സിന് വരും, പലതരത്തിലുള്ള രോഗങ്ങൾ. ഇതിനൊക്കെ നമുക്ക് എങ്ങനെ വിദഗ്ധമായിട്ട് ഇറക്കി വയ്ക്കാം, അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം. തീർച്ചയായും ഇതിനുള്ള ഒറ്റമൂലികളുണ്ട്,
അത് നമുക്ക് ചർച്ച ചെയ്യാൻ വരുന്ന ഈ എപ്പിസോഡിൽ. ഇത് 3-ാമത്തെ എപ്പിസോഡാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഈ ചാനൽ ദയവ് ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അതുവഴി എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നും അപേക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക്സ് എ ലോട്ട്.